തൊഴിലുറപ്പ് ഇപ്പം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലാതാക്കാൻ പോവാണ്, പണി കുറയ്ക്കുകയാണ് പറഞ്ഞിട്ടുണ്ടാവുമോ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ പഞ്ചായത്തിലൊക്കെ വന്നു. എന്നിട്ട് അവരൊക്കെ ഒരേ വെപ്രാളായി. അമ്മമാരൊക്കെ എൻ്റെ അടുത്ത് മകനെ പണി പോവോ ചോദിച്ചു. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു, അമ്മമാരെ സങ്കടപ്പെടണ്ട, പണി പോവില്ല. അങ്ങനെ പോകേണ്ട പണിയാണെങ്കിൽ 125 നിങ്ങളുടെ വേതനം കൂട്ടി 369 എത്തിക്കുകയും ഇപ്പോൾ 100 പണി 125 പണിയെ മാറ്റപ്പെടുകയും അതിന് 500 രൂപ കൂലിയാക്കുകയാണെങ്കിൽ തൊഴിലുറപ്പ് പോകും. തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തോന്നുന്നുണ്ടോ? ആ വർക്ക് കുറഞ്ഞതിനാ ഞാൻ പറയും. 225 പദ്ധതികളുണ്ട്. ഇതിൽ എത്ര പദ്ധതികൾ നിങ്ങൾ തിരിക്കണമെന്ന് നോക്കുന്നു. ഇപ്പോൾ വീണ്ടും പുനഃപരിശോധിക്കപ്പെട്ട് 125 പണി അല്ല 250 പണി ചെയ്താലും തീരില്ല. അത്തരത്തിലുള്ള പണികളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ വെറും വാക്കാൽ പറയുകയല്ല. ഒരു 10 രൂപ സ്റ്റാമ്പ് പൊട്ടിക്കുക, വിവരാവകാശം എഴുതുക ഒരു വെള്ള പേപ്പറിൽ. തൊഴിലുറപ്പ് അനുബന്ധിച്ചിട്ട് എത്ര തരം പണികളുണ്ട്, ഏതൊക്കെ പണി ചെയ്യാൻ പറ്റും എന്നുള്ളത് എഴുതിയിട്ട് നിങ്ങൾക്കും കൂടെ ആർക്കും ഒരു 10 രൂപ ചിലവേ ഉള്ളൂ. നേരെ കൊണ്ട് തൊഴിലുറപ്പ് ഏതിനും കൊടുക്കും, വിവരാവകാശം കൊടുക്കുന്നു. നിങ്ങൾക്ക് 24 മണിക്കൂറിൽ വിവരാവകാശം തരണം എന്നാണ്. മനസ്സിലായോ? അതിലുണ്ടാവും കംപ്ലീറ്റ് ലിസ്റ്റും. വായിച്ച് നോക്കാൻ അതൊക്കെ എടുത്തു കൊടുക്കും. ഞാൻ വേണമെങ്കിൽ 10 രൂപ എടുത്ത് വിവരാവകാശം കൊടുക്കട്ടെ, നിങ്ങൾക്ക് തരാൻ ഞാൻ തന്നിട്ടത്. മനസ്സിലായി? അല്ല, വായിച്ച് നോക്കണം. എന്താ പറയുക, ഇത് നിങ്ങൾ അറിയണം. ഇത് നിങ്ങളുടെ അടുത്ത് മറച്ചു വെച്ച് സംസ്ഥാന ഗവൺമെൻറ് നിങ്ങളൊക്കെ വഞ്ചിക്കുകയാണ്. അതൊന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് തൊഴിലുറപ്പൊന്നും അറിഞ്ഞു. അടുത്ത ഹരിതകർമ്മസേന അല്ലേ, സ്വച്ഛ് ഭാരത് ഇല്ലേ? നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് വല്ല അസുഖം വന്നാൽ അതിന് ഇൻഷുറൻസ് തരുന്നുണ്ടോ? ആരോഗ്യ ഇൻഷുറൻസ് കിട്ടുന്നുണ്ടോ? ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപ. ആയുഷ്മാൻ ഭാരത് ഒരു കുടുംബത്തിന് 5 ലക്ഷമാണ്. ഇല്ല പറഞ്ഞാൽ അവിടെ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു. ഇതുപോലെ ഒരു മിനിറ്റ് ഇതുപോലെ ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത്, ഈ തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന, ഇങ്ങനെ എത്ര ഉണ്ടെന്നറിയോ? 340 പരം ജനങ്ങൾക്ക് നേരിട്ട് എത്തിച്ചേരുന്ന പെൻഷന്റെ പദ്ധതികളും മറ്റ് ആനുകൂല്യ പദ്ധതികളും സെൻട്രൽ ഗവൺമെൻറ് തരുന്നുണ്ട്. അതിൽ എത്ര ശതമാനം പെടുത്തുന്നുണ്ട്? ഇതിപ്പോൾ ആയുഷ്മാൻ ഭാരത് മറ്റേ മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടണില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഇതെല്ലാം ഉണ്ട്. ഈ 340 അതെന്തുകൊണ്ടറിയോ ഇവിടെ കിട്ടാത്തത്? ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ തരുന്നില്ല? കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി തമ്മിൽ സംസാരിക്കണം. എന്താ അറിയോ? ഈ 340 ആനുകൂല്യവും ഇവിടെ ജനങ്ങൾക്ക് എത്തിയാൽ ജനം നമ്മളെ മറക്കും. പിന്നെ ജനം താമരയ്ക്ക് പോവും. ഇവിടെയാണ് രാഷ്ട്രീയം നോക്കേണ്ടത്. പാവപ്പെട്ടവർ കിട്ടുന്ന ആനുകൂല്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ വഞ്ചിച്ചു കൊണ്ടിട്ടാണോ അവർ തീരുമാനം എടുക്കേണ്ടത്? അപ്പോൾ എത്ര നെറികേടാണ് ജനങ്ങളോട് അവർ കാണിക്കണമെന്ന് ആലോചിക്കുക. ഞാൻ പറയുന്നത് വെറുതെ അല്ല. എത്ര ആനുകൂല്യമുണ്ട്, ഇത് പെൻഷൻ പദ്ധതികൾ എത്രയുണ്ട്, മറ്റ് ആനുകൂല്യ സഹായ പദ്ധതികൾ എത്രയുണ്ട് എന്നുള്ളത് നോക്കും. 340 കൂടുതലുണ്ട്. ഇതെല്ലാം BJP സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാ പാവപ്പെട്ട അമ്മമാരും എല്ലാ അർഹതപ്പെട്ടവരും അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ കിട്ടിയിട്ടുണ്ടോ? ദയവ് ചെയ്ത് ഇതൊക്കെ മനസ്സിലാക്കുക. ഇന്നലെ പ്രധാനമന്ത്രി പാലക്കാട് വന്നു. എന്താ പറഞ്ഞത്? ആ പേപ്പർ കൊണ്ടാ ഇത് ഞാൻ പ്രധാനമന്ത്രിക്ക്, ദ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ന്യൂഡൽഹി നരേന്ദ്രമോദിജിക്ക് ഞാൻ കൊടുത്തതാണിത്. മനസ്സിലായോ? ഇത് അങ്ങനെ ഇവിടുത്തെ കർഷകർ ഇപ്പോൾ വഞ്ചിക്കപ്പെടുന്ന, കർഷകർ അനുഭവിക്കുന്ന വേദനയും തൊഴിലുറപ്പിൻ്റെ കാര്യം, ഇതെല്ലാം 10-60 പേജാണ്. മനസ്സിലായോ? ഇത് ഇംഗ്ലീഷ് വായിക്കാരനും വായിച്ചോളൂ. ഇത് പ്രധാനമന്ത്രിക്ക് ഞാൻ കൊടുത്തതാണിത്. മനസ്സിലായോ? ഇത് കൊടുത്ത് പ്രധാനമന്ത്രി ഇതെല്ലാം നേരത്തെ ഞാൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇന്നലെ പാലക്കാട് വരുമ്പോൾ അത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാർഷിക മേഖലയ്ക്ക്, തൊഴിലുറപ്പ് മേഖലയ്ക്ക് ഇന്ന് നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നിങ്ങൾ മക്കളെ പഠിപ്പിക്കണ്ട. മക്കളെ അസ്ഥലായി പഠിച്ച് ബിരുദം നേടണ്ട. ഡിഗ്രി പഠിക്കണില്ലേ? ഡിഗ്രി കഴിഞ്ഞില്ലേ? ജോലി എവിടെയെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടണ്ട? ആലോചിക്കണം. കിട്ടണ്ട. പാലക്കാടിനെ എന്താക്കാൻ പോകണമെന്നറിയാം മോദിജി? സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റി. അതായത് നമ്മുടെ മക്കൾക്കൊക്കെ നമ്മുടെ പാലക്കാട് തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസായ മേഖലയെ ലോകതലത്തിൽ ഉയർത്തുകയാണ്. അതിന് എത്രായിരം കോടി അറിയോ? 1000 കോടി രൂപയാണ് അവിടെ മുടക്കുന്നത് പാലക്കാടിലേക്ക്. ഇതാർക്ക് വേണ്ടി പുള്ളി ചെയ്യണത്? കർഷകരുടെ നഷ്ടം ഒരു കൈത്താങ്ങായിട്ട് 7000 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർക്ക്. പക്ഷെ കർഷകർക്ക് എത്തണ്ട.
ഇതിൽ കൃഷിയുള്ളവർ കുറച്ചെങ്കിലും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പണിയെടുക്കുന്നവരല്ലേ? കർഷകർക്ക് നെല്ലിളക്കാൻ കാലിച്ചാക്ക് കൊടുക്കുന്നില്ലേ? ഒരു കാലിച്ചാക്കിന് എത്ര രൂപ വാങ്ങിക്കൊടുക്കണം നിങ്ങൾ? 12 രൂപ. ശരിയാണോ? സൗജന്യം കിട്ടണ്ട. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് കാലിച്ചാക്ക് സൗജന്യമാണെന്ന്. ഏതെങ്കിലും കർഷകന് കിട്ടണ്ട. ഇത്രയും കഷ്ടപ്പെട്ട് പണ്ടം പണയം വെച്ച് വിളയിറക്കിയിട്ട് ഈ നെല്ലൊക്കെ കൊയ്ത് നെല്ല് ഒരു വിത്തിടണമെങ്കിൽ വെള്ളം വേണോ? വെള്ളം കിട്ടണ്ട മര്യാദയ്ക്ക്. ഇനി വെള്ളം എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് എല്ലാം എടുത്ത് എല്ലാം കൊണ്ടുവന്ന വളം കിട്ടേണ്ട ആവശ്യത്തിന് എല്ലാം കർഷകർക്ക് വഞ്ചന തന്നെയാണ്. കാർഷിക മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം പ്രധാനമന്ത്രി ഇന്നലെ ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. BJP പാലക്കാട് ജില്ലയിൽ BJP നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുകയാണെങ്കിൽ തൊഴിലുറപ്പ് തൊട്ട് കാർഷിക മേഖല തൊട്ട് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്നലെ മോഡി ഗ്യാരണ്ടി എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ പത്രമൊക്കെ വായിച്ച് അതൊക്കെ കാണാം. പുള്ളി പറഞ്ഞ കാര്യമൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടേത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ സുവർണാവസരം, നമ്മുടെ ഈ ഭാഗ്യം നിങ്ങൾ ആരും മറക്കരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു തരുന്ന അറിവുകളൊക്കെ. നിങ്ങൾക്കത് അറിയാത്തത് ഇപ്പോൾ അമ്മ പാവം പറഞ്ഞു നിങ്ങൾ കണ്ണിൻ്റെ ഒരു കാര്യം. പക്ഷെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. കണ്ണ് വന്നിട്ടില്ലെങ്കിലും നിങ്ങളുടെ മുഖവും ബാക്കി എല്ലാം അതിൽ സ്കാനറിൽ പതിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾക്ക് അതുകൊണ്ട് പൈസ മുടങ്ങില്ല. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. പേടിക്കേ വേണ്ട. മനസ്സിലായ? അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ വിവരം എൻ്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്തോളാം, വിളിക്കും, ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എവിടെ അമ്മമാരെ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരും. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നാളേക്ക് ഒരു നന്മകളായി തീരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയണം. 60 വർഷക്കാലങ്ങളായി നിങ്ങൾ അരിവാൾ ചിറ്റിക്കും ചെയ്തു, കൈചിഹ്നത്തിലേക്കും ചെയ്തു. അനുഭവിച്ചത് എന്താണെന്നുള്ളത് നിത്യേന ജീവിതത്തിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലേ? ഒരിക്കൽ മാറി ചിന്തിക്കുന്നു.